വാപ്പുള്ള കാലത്ത് രാജകുമാരന്മാരാ നമ്മൾ ഇപ്പോഴും. ഞാനിപ്പോഴും പറയാറുണ്ട്, എന്റെ വീട്ടിന്റെ നികുതി എത്രയാ എനിക്കറിയൂല. എന്റെ സാധു വാപ്പ കൊണ്ടുപോയി അടച്ചുകൊണ്ടുവരില്ല. എനിക്കെത്രയാ നികുതി, എനിക്കെത്രയാ ഭൂനികുതി, എന്റെ പറമ്പിന്റെ ആധാരം എവിടെയാന്ന് പോലും എനിക്കറിയൂല. എന്റെ ഭാര്യ ചോദിച്ചിട്ടുണ്ട്, നാളെ വാപ്പല്ലെങ്കിൽ നിങ്ങൾ എന്താക്കുന്നു? ഞാൻ എനിക്ക് ചിന്തിക്കാൻ പറ്റുന്നില്ല. ആ സ്ഥലം പോലും എന്റെ വാപ്പയ്ക്ക് കണ്ടെത്തി തന്നത്. വാപ്പുള്ള കാലത്ത് നമ്മൾ രാജകുമാരന്മാരാ. കഴിഞ്ഞ ഏതാനും ദിവസം ഞാനൊരു വീഡിയോ കണ്ടിട്ടുണ്ട്. ഒരു പള്ളിയിൽ വാപ്പങ്ങനെ ഇരിക്കുക, ദുആവായിട്ട് ഒരു മോൻ വന്നിട്ട് തോളത്ത് 12 തൊണ്ടുകൊണ്ടും അപ്പോയിക്ക് അങ്ങനെ തലയാട്ടിയിട്ട് പിന്നെ അവസാനം കീശയിൽ എടുത്തിട്ടൊന്ന് കൊടുക്കും 10 രൂപ. വേറൊരുത്തം വന്നിട്ട് വിടുന്നത് കൊണ്ടും വാപ്പ പിന്നെ എടുത്തു കൊടുക്കും 10 രൂപ. എന്നിട്ട് വാപ്പ പിന്നെയും ദുആലും ഒഴുകും. വാപ്പുള്ള കാലത്താണ് മക്കളെ നമ്മുടെ രാജകുമാരന്മാര്. അവിടെ അഡ്രസ്സാണ്. അതില്ലാണ്ടാവുമ്പോ പിന്നെ ഞാൻ ആരെ മോനാന്ന് ചോദിച്ചാ പറയാൻ പറ്റിയ അഡ്രസ്സൊന്നും നമുക്ക് ഉണ്ടാവില്ലെങ്കിൽ എടുത്തെടുത്ത് പറയാണ്, ഒന്നുകിൽ വാപ്പ ആദ്യം പോയിട്ട് ഉമ്മ ഒറ്റക്കായിട്ടുണ്ടാകും, അല്ലെങ്കിൽ ഉമ്മ പോയിട്ട് വാപ്പ ഒറ്റക്കായിട്ടുണ്ടാകും. എന്നൊരു വർത്താനം, ഒരു നോട്ടം ഞാൻ അവർക്ക് നേരെ നോക്കരുത്. ആ നോട്ടം എന്റെ ഭാഗത്ത് നിന്നില്ലെങ്കിൽ ഇനി ഒരാളോട് കണക്ക് പറഞ്ഞ് ബോധിപ്പിക്കണ്ട. ഞാൻ ആ നോക്കി എന്റെ അടുത്തായിരുന്നു, മറ്റൊരാരും കൊണ്ടുപോയില്ല, ഇതൊന്നും ഇനി പറയണ്ട. എനക്കുള്ളത് കണക്കൊപ്പിച്ച് പടച്ചോൻ ദുനിയാവിൽ എത്ര ഇരട്ടിയാക്കി തരും.